നമസ്കാരം. നമ്മൾ ഇന്ന് +1 സുവോളജിയിലെ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, അനലിഡ നെഫ്രീഡിയ എങ്കിൽ ആർത്രോപോഡ ഡാഷ്. ഇത് അനലിഡയിൽ നെഫ്രീഡിയ എന്താണ് നമുക്കറിയാം. ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. അങ്ങനെയാണെങ്കിൽ ആർത്രോപോഡയിലെ ഓർഗൻ ഏതാണ്? മാൽപീജിയൻ ട്യൂബ്യൂൾ. മാൽപീജിയൻ ട്യൂബ്യൂൾ അല്ലെ. ഇനി സെക്കൻഡ് വൺ, മാച്ച് ദ ഫോളോയിങ്. കുറച്ച് ഫൈലത്തിന്റെ പേര് തന്നിട്ടുണ്ട്. ഇവിടെ അതിൽ വരുന്ന ജീവികളുടെ പേരുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ മാച്ച് ചെയ്യണം. ഫസ്റ്റ് വൺ, പോറിഫറ. പോറിഫറയിൽ വരുന്നത് ഇതിൽ ഏത് ജീവിയാണെന്ന് നോക്കുക. നമ്മൾ പഠിച്ചതാണ് പോറിഫറയാണ് സ്പോഞ്ചസ് വിഭാഗത്തിൽ നമ്മൾ പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പോഞ്ചുകളാണ്. ദെൻ അനലിഡ. ഫൈലം അനലിഡ സെഗ്മെന്റഡ് ആയിട്ടുള്ള വേം ആണ്. അത് എർസ്വേം. പിന്നെയോ ആർത്രോപോഡ ജോയിന്റഡ് ലെഗ്സ് ഉള്ളത്. ഇൻസെക്റ്റുകളും പ്രോൺസ്, ക്രാബ് എല്ലാം വരുന്നത്. അപ്പൊ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് ലിമുലസ് എന്ന് പറയുന്നത് കിങ് ക്രാബ്, ലിവിങ് ഫോസിൽ. ആർത്രോപോഡ ലിമുലസ് ആണ്. ഇനിയുള്ളതോ എക്കിനോഡെർമേറ്റ, സ്പൈനി ബോഡീഡ്, വെൽ വാട്ടർ വെസ്കുലർ സിസ്റ്റം ഉള്ള റേഡിയലി സിമെട്രിക്കൽ, സ്റ്റാർ ഫിഷ്. ഫയൽ നന്നായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റൂ. ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് ബ്രാക്കറ്റിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടാകാം. ഫസ്റ്റ് വൺ, ആനിമൽസ് ഹാവിംഗ് ഫോൾസ് ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റി ഉണ്ടെങ്കിൽ നമ്മളവിടെ സീലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഒരു ഫോൾസ് ആയിട്ടുള്ള ബോഡി ക്യാവിറ്റി ഉള്ളതിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? സ്യൂഡോ സീലംസ്. നെക്സ്റ്റ് വൺ, the process of formation of larva into adult. അപ്പൊ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റിലാണ് ലാർവൽ സ്റ്റേജ് വരുന്നത്. പിന്നീട് അത് പൂർണ്ണ വളർച്ച എത്തിയ അല്ലെ അഡൾട്ട് ആയിട്ട് മാറുന്നു. ആ മൊത്തം പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റമോർഫോസിസ്. മെറ്റമോർഫോസിസ്, രൂപാന്തരണം എന്ന് പറയുന്നു അല്ലെ. മുട്ടയിട്ട് അത് ലാർവയാകുന്നു, പ്യൂപ്പയാകുന്നു, പിന്നീട് ബട്ടർഫ്ലൈ ആയിട്ടൊക്കെ മാറുന്നു. അതുപോലെ ഓരോ ജീവികളും അതിന്റെ ലാർവൽ സ്റ്റേജ് പൂർത്തിയാക്കിയിട്ടാണ് അഡൽട്ട് ആയിട്ട് മാറുന്നത്. എങ്കിൽ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റമോർഫോസിസ്. നെക്സ്റ്റ് വൺ, സീ കുക്കുംബർ ബിലോങ്സ് ടു ഡാഷ് ഫൈലം. സീ അർച്ചിൻ, സീ കുക്കുംബർ, സ്റ്റാർ ഫിഷ്, ഇതെല്ലാം വരുന്ന ഫൈലമാണ്. ഫൈലം എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റ. നെക്സ്റ്റ് വൺ, the body can be divided into two identical right and left halves in an animals. ജീവികളുടെ ശരീരത്തെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി അല്ലെ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിലൂടെ കട്ട് ചെയ്താൽ അത്തരം സിമട്രിയെ വിളിക്കുന്ന പേരാണ് ബൈലാറ്ററൽ സിമട്രി. ബൈലാറ്ററൽ സിമട്രി. അപ്പൊ ആനിമൽസ് ഹാവിംഗ് ഫോൾസ് ബോഡി ക്യാവിറ്റി ആൻസേഴ്സ് സീറം. The process of formation of larvae into adult is called a metamorphosis. Sea cucumber belongs to the phylum Echinodermata. The body can be divided into equal right and left halves in dash symmetry, bilateral symmetry. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ആനിമൽസ് ബേസ്ഡ് ഓൺ സെഗ്മെന്റേഷൻ. സെഗ്മെന്റേഷന്റെ അടിസ്ഥാനത്തിൽ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുക. ഇവിടെ കുറച്ച് ആനിമൽസിന്റെ പേര് തന്നിട്ടുണ്ട്. എസ്കാരിസ്, ട്രീനിയ, ഫാസിയോള, നേറിസ്, ഫെർട്ടിമ, മോച്ചറേലിയ. അപ്പോ ഇത് ഹെൽമിന്തസ് വിഭാഗത്തിലുള്ള നാറ്റി ഹെൽമിന്തസ് ഉണ്ട്, അസ്കി ഹെൽമിന്തസ് ഉണ്ട്, പിന്നെയോ അനലിഡ വിഭാഗത്തിലുള്ള കുറച്ച് ജീവികളാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ സെഗ്മെന്റേഷൻസ് കാണിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടായിട്ട് എഴുതാം. ഒന്ന് സെഗ്മെന്റഡ്, രണ്ടാമത്തെ അൺസെഗ്മെന്റഡ് എന്നുള്ള. അപ്പൊ സെഗ്മെന്റഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? സെഗ്മെന്റഡ് ആയിട്ടുള്ളത് ഫെർട്ടിമ, മണ്ണിര അല്ലെ, അനലിഡയിൽ വരുന്നതാണ്, സെഗ്മെന്റഡ് വേം ആണ്. പിന്നെയോ നീറിസ്, അക്വാട്ടിക് ആയിട്ടുള്ള നീറിസ്. പിന്നെയോ ടീനിയ എന്ന് പറയുന്നത് ടേപ്വോമാണ്, പരന്ന വിര എന്ന് പറയുന്നത്. ഇതിന്റെ ഷേപ്പും സെഗ്മെന്റഡ് ആയിട്ടുള്ളതാണ്. ബാക്കിയുള്ള അസ്ക്യാരിസ് എന്ന് പറയുന്നത് അസ്ക്യാരിയാസിസ് ഉണ്ടാക്കുന്ന അല്ലെ റൗണ്ട് വേം. അതില് ഫാസിയോള ലിവർ ഫ്ലൂക്ക് ആണ്. അപ്പൊ അതില് സെഗ്മെന്റേഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഫാസിയോള എന്ന് പറയുന്നത് വരുന്നത് സെഗ്മെന്റഡിൽ അല്ല. ഇനിയോ മോച്ചറേറിയ, മന്ദിന് കാരണമായിട്ടുള്ള
ഇവരെയാണ് വംശവേറിയ എന്ന് പറയുന്നത്. അപ്പോ പരീക്ഷയ്ക്ക് നമ്മൾ സെഗ്മെന്റഡ് അൺസെഗ്മെന്റഡ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അൺസെഗ്മെന്റ് നമുക്ക് 3 കോളമായിട്ടാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫൈലം, സെക്കൻഡ് വൺ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചർ, മൂന്നാമത് എക്സ്ക്രീറ്ററി ഓർഗൻ. എന്നിട്ട് ഇതിലെ ചില ഭാഗങ്ങളിൽ ഫൈലം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചിലതിലെ അതിന്റെ ഫീച്ചർ തന്നിട്ടുണ്ട്, ചിലതിൽ അതിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻസും തന്നിട്ടുണ്ട്. മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസ് മീൻസ് ഫ്ലാറ്റ് വേർവ് എന്നുള്ളതാണ് അല്ലെ. പ്രധാനമായും അതിന്റെ പ്രത്യേകത ഫ്ലാറ്റ് വേർവ് ആണ്. കൂടാതെ എസീലോമേറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് വേർംസുകളാണ് പ്ലാറ്റിഹെൽമിന്തസ്. നമ്മൾ അതാണ് അവിടെ എഴുതേണ്ടത്. ഫ്ലാറ്റ് ആയിട്ടുള്ള വേർമുകളാണ് അല്ലെ, ഫ്ലാറ്റ് വേർവ്. ഇല്ലയോ, അതിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് എസീലോമേറ്റ്. ഇനി പ്ലാറ്റിഹെൽമിന്തസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് വേർംസിന്റെ എക്സ്ക്രീറ്ററി ഓർഗന്റെ പേര് അവിടെ എഴുതുന്നു. അപ്പൊ എക്സ്ക്രീറ്ററി ഓർഗൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഫ്ലെയിം സെൽ ആണ്. ഫ്ലാറ്റ് വേർംസ് ഫ്ലെയിം സെൽ. അപ്പോ ഫ്ലാറ്റ് വേർംസ് ഫ്ലെയിം സെൽ. രണ്ടാമത്തെ ഫൈലം ആർത്രോപോഡയാണ്. അപ്പൊ ആർത്രോപോഡയുടെ പ്രത്യേകത എന്താണ്? അതെ, ആർത്രോപോഡ മീൻസ് ജോയിന്റഡ് ലെഗ്സ്, ജോയിന്റഡ് അപ്പൻഡേജസ് അല്ലെങ്കിൽ ജോയിന്റഡ് ലെഗ്സ് ഉള്ള ജീവികളാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാവരുടെ കാലുകൾ ചെമ്മീൻ, രണ്ട് അല്ലെങ്കിൽ ഇൻസെക്ട് ഇതുപോലെ സെഗ്മെന്റഡ് ആയിട്ടുള്ള കാലുകളാണ്. കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ അല്ലെ, കൈറ്റിനസ് ആയിട്ടുള്ള എക്സോസ്കെലിട്ടൺ ആണ്, ജോയിന്റഡ് ലെഗ്സ് ആയിട്ടുള്ളതാണ്. അതിൽ ഏത് ഫീച്ചർ വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാം. അടുത്ത ബോഡി സെഗ്മെന്റേഷൻ ലൈക്ക് റിങ്സ്. ഏതാണ് ഫൈലം? അതെ, സെഗ്മെന്റേഷൻ കാണിക്കുന്ന റിങ് പോലെ കാണുന്ന ഫൈലമാണ് ഫൈലം അനലിഡ എന്ന് പറയുന്നത്. ഫൈലം അനലിഡ. ഇനി അനലിഡ്സിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് നെഫ്രീഡിയ. അനലിഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് നെഫ്രീഡിയ. നെക്സ്റ്റ് വൺ വാട്ടർ വസ്കുലർ സിസ്റ്റം പ്രസന്റ് അല്ലെ. വാട്ടർ വസ്കുലർ സിസ്റ്റം പ്രസന്റ് ആയിട്ടുള്ള ഫൈലമാണ് സ്റ്റാർ ഫിഷ് വരുന്ന എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റ. ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ഫ്ലാറ്റ് വേർംസ് ആണ്, എസീലോമൈറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലെയിം സെല്ലാണ് അതിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ. ഫൈലം ആർത്രോപോഡ ജോയിന്റഡ് ലെഗ്സ് ആൻഡ് കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ ആണ്. എക്സ്ക്രീറ്ററി ഓർഗൻ മാൽപിജിയൻ ട്യൂബേഴ്സ് ആണ്. ദെൻ അനലിഡ എന്ന് പറയുന്നത് സെഗ്മെന്റേഷൻ ഉള്ള റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഉള്ളതാണ്. നെഫ്രീഡിയ ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ. എക്കിനോഡെർമേറ്റ് വാട്ടർ വസ്കുലർ സിസ്റ്റം പ്രസന്റ് ആണ്, എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എ ബി സി ആൻഡ് ഡി ഫ്രം ദ ആനിമൽസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ആനിമൽസിന്റെ പേര് തന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് 3 കോളം തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ എസിമെട്രി, റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എസിമെട്രിയുടെ കോളത്തിൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ജീവി, പോളിഫറയിൽ വരുന്ന ഒരു ജീവിയുടെ പേരുണ്ട്. റേഡിയൽ സിമെട്രിയുടെ അവിടെ 2 കംപ്ലീറ്റ് ആണ്. ബൈലാറ്ററൽ സിമെട്രിയുടെ അവിടെ ബി നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ കോക്രോച്ച് എന്നുള്ള ജീവി തന്നിട്ടുണ്ട്. നമുക്കിനി ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? അപ്പൊ ഹൈഡ്ര, ഷാർക്ക്, സ്പോഞ്ചില്ല, ഒബേലിയ. നമ്മൾ പഠിച്ചതാണ് ജീവികൾ ഓരോന്നും. അപ്പൊ വരുന്ന ഫൈലങ്ങളും ജസ്റ്റ് നമുക്ക് നോക്കാം. ഹൈഡ്ര എന്ന് പറയുന്ന ജീവിയും ഒബേലിയ എന്ന് പറയുന്ന ജീവി നമ്മൾ ഫൈലം സീലൻഡറേറ്റയിൽ പഠിച്ചതാണ് അല്ലെ. ഹൈഡ്ര സീലൻഡറേറ്റയിൽ വരുന്നതാണ്. അതുപോലെ ഒബേലിയ നമ്മൾ പഠിച്ച മെറ്റാജെനസിസ് എന്ന് പറയുന്ന പ്രോസസ് കാണിക്കുന്ന പോളിപ്പ് മെഡിസിൻ ആകുന്ന മെഡിസിൻ പോളിപ്പ് ആകുന്നതായിട്ടുള്ള ഒരു ജീവിക്ക് എക്സാമ്പിൾ ആണ് ഒബേലിയ പഠിച്ചത് അല്ലെ. അപ്പൊ ഈ ഹൈഡ്രയും ഒബേലിയയും വരുന്നത് ഫൈലം സീലൻഡറേറ്റയാണ്. സീലൻഡറേറ്റ് കാണിക്കുന്നത് റേഡിയൽ സിമെട്രിയാണ്. അപ്പോ എയും ഡിയും എന്ന് പറയുന്നത് ഇവിടെ ആൻസർ ഹൈഡ്ര എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഒബേലിയ എന്ന് പറയുന്നത് റേഡിയൽ സിമെട്രി കാണിക്കുന്നതാണ്. പിന്നെയോ എസിമെട്രി കാണിക്കുന്ന ഫൈലം പോറിഫർ നമ്മൾ പഠിച്ചു. ഇവിടെ തന്നിരിക്കുന്നതിൽ ഇനിയുള്ളത് സ്പോഞ്ചില്ല. സ്പോഞ്ചില്ല എന്ന് പറയുന്നത് യൂസ്പോഞ്ചിയ, സൈക്കൺ, സ്കൈഫ എന്നൊക്കെ നമ്മൾ പഠിച്ചത് പോറിഫറയാണ്. അപ്പൊ ആൻസർ സ്പോഞ്ചില്ല, അത് ഫൈലം പോറിഫറയാണ്.
സിമട്രിയാണ് കാണിക്കുന്നത്. പിന്നെയുള്ളത് ആരാണ് ഇനി? ഷാർക്ക് അല്ലെ. ഷാർക്ക് എന്ന് പറയുന്ന മത്സ്യത്തിൽ വരുന്നതാണ്. അത് ഒരു ബൈലാട്രൽ സിമട്രിക്ക് എക്സാമ്പിൾ ആണ്. നമ്മൾ ഓരോ ഫൈലവും പഠിക്കുന്ന സമയത്ത് അവരിൽ കാണിക്കുന്ന സിമട്രി, അതിന്റെ ശീലം എങ്ങനെയുള്ളതാണ്, ട്രിപ്ലോപ്ലാസ്റ്റിക് ആണോ എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. നന്നായിട്ട് വായിച്ചു നോക്കുക. Pick out the escilomate organza from the following. ഇവിടെ കുറച്ച് ജീവികളുടെ പേര് തന്നിട്ടുണ്ട്. അതിൽ എസ്സിലോമേറ്റ് ആയിട്ടുള്ള ജീവി ഏതാണ് എന്ന് കണ്ടെത്തുന്നത്. അപ്പോ ജീവികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ റൗണ്ട് വോം, ഹുക്ക് വോം, ഫൈലേറിയൻ വോം, ടർഫ് വോം. ഇതില് ഈ ആദ്യത്തെ 3 വോം എന്ന് പറയുന്നത് റൗണ്ട് വോംസിൽ വരുന്ന എസ്കി എലിമെന്റ്സിൽ വരുന്ന ജീവികളാണ്. അടുത്തത് ടേപ്പുവമാണ്. ഇപ്പൊ ടേപ്പുവം എന്ന് പറഞ്ഞാൽ പരന്ന ഇലകളാണ്. ടേപ്പ് ലൈക്ക് സ്ട്രക്ചർ, ടേപ്പ് വോം അതൊരു പരന്ന സ്ട്രക്ചർ ആണ്. ഇതുപോലെ സെഗ്മെന്റഡ് ആയിട്ടാണ് ശരീരത്തിൽ കാണുന്നത്. അപ്പൊ ടേപ്പ് വോം എന്ന് പറയുന്നതാണ് ഇതിലെ എസ്സിലോമേറ്റ് ആയിട്ടുള്ള ജീവി. അപ്പോ പ്ലാറ്റി ഹെൽമിന്തസ് വിഭാഗത്തിലെ ജീവികളെല്ലാം തന്നെയും എസ്സിലോമേറ്റുകളാണ്. അപ്പോ ആൻസർ എന്താണ്? ഇതിൽ എസ്സിലോമേറ്റ് ആയിട്ടുള്ള ജീവിയാണ് ടേപ്പുവോം എന്ന് പറയുന്നത്. ടേപ്പുവോം അല്ലെങ്കിൽ ടീനിയ. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. നെയിം ദ ഫൈലം ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. ടീനിയ അല്ലെങ്കിൽ ടേപ്പുവോം ഫ്ലാറ്റ് വേം ആണ്. അതുകൊണ്ട് തന്നെ ഇത് വരുന്ന ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് രണ്ടാമത്തെ ആൻസർ ആണ്. ഇനി അടുത്തത് മെൻഷൻ ഇറ്റ്സ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇത് എങ്ങനെയുള്ള ജീവികളാണ്? നമുക്കറിയാം ടേപ്പുവം ആയാലും ഹുക്വം ആയാലും റൗണ്ട്വം ആയാലും ഇതെല്ലാം തന്നെയും നമ്മുടെ ഇൻഡസ്റ്റൈനിൽ മൃഗങ്ങളുടെ ഇതെല്ലാം തന്നെയും മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും ഇൻഡസ്റ്റൈനിൽ വളരുന്ന ജീവികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ എൻഡോ പാരസൈറ്റുകള് എന്ന് വിളിക്കാം. എൻഡോ പാരസൈറ്റ്. ഇപ്പൊ ആനിമൽസിന്റെയൊക്കെ ഇൻഡസ്റ്റൈനിൽ വളരുന്ന ജീവികളാണ് ഈ പ്രധാനമായും ടീനിയ, അതുപോലെ ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ മോഡ് ഓഫ് ന്യൂട്രീഷൻ എൻഡോ പാരസൈറ്റ് ആണ്. വാട്ട് ഈസ് ഇറ്റ് സീലോമിക് കണ്ടീഷൻ ഓഫ് അതർ ഓർഗൻസ്? ഇനി ടേപ്പുവോം പ്ലാറ്റി ഹെൽമിന്തസ് ആണെന്നും അത് എസ്സിലോമേറ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഈ ബാക്കിയുള്ള വേർബ്സുകള് ഏത് ഫൈലത്തിൽ വരുന്ന ജീവികളാണെന്നും നമുക്ക് അതിന്റെ കണ്ടീഷൻ നോക്കാം. ഇപ്പൊ റൗണ്ട് വേം അല്ലെ, അത് അസ്കാരിസ് നമ്മൾ പഠിച്ചു. ദെൻ ഹുക്ക് വേം, ഫൈലേറിയൽ വേം, വൗച്ചർ ഏരിയ. അപ്പൊ ഇതെല്ലാം തന്നെ അസ്കി ഹെൽമിന്തസിൽ വരുന്ന ജീവികളാണ്. ഹെൽമിന്തസ് ഇവയുടെ പ്രത്യേകതയാണ് ഇവരുടെ സീലം എന്ന് പറയുന്നത് ഒരു ട്രൂ സീലം അല്ല. പിന്നെയോ ഫോൾസ് സീലമായിട്ടാണ് കാണപ്പെടുന്നത്. മീസോഡെർമൽ ലൈനിലെ പൗച്ച് ലൈക്ക് സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ അതിനെ സ്യൂഡോ സീലം എന്നാണ് വിളിച്ചത്. ഇവയുടെ സീലം എങ്ങനെയാണ്? സ്യൂഡോ സീലോമേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോ ഇത് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് തന്നെ പോകണം. അസ്കി ഹെൽമിന്തസുകളാണ് സ്യൂഡോ സീലോമേറ്റ്സുകള്, എന്നാൽ പ്ലാറ്റി ഹെൽമിന്തസുകള് എസ്സിലോമേറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. Some animals have the capacity to emit light. Name the phenomena. അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ ഫൈലം, അങ്ങനെ ചോദിക്കാം. ഇത് ചില ജീവികൾക്ക് ശരീരത്തിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് ആൻസർ ബയോ ലൂമിനെസെൻസ്. ഇനി ഫൈലമാണ് ചോദിച്ചെങ്കിൽ നമ്മൾ ഏതെഴുതും? ഫൈലം ടീനോ ഫോറ. ഫൈലം ആണെങ്കിൽ ഫൈലം ടീനോ ഫോറ. അടുത്ത വാട്ടർ വെസ്കുലർ സിസ്റ്റം പ്രസന്റ്. ഫൈലം എക്കിലോഡെർമേറ്റ. ഫൈലവും അവരുടെ ഫീച്ചേഴ്സുകളും പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഒരു ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഡയഗ്രത്തിലെ എ എന്ന് പറയുന്ന ഒരു ഭാഗം ലേബൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 3 പാർട്ടായിട്ടാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഐഡന്റിഫൈ ദ ഫൈലം. നമ്മൾ പഠിച്ചതാണ് ഇങ്ങനെ ഒരു ഡയഗ്രാം അല്ലെ. ആ ഡയഗ്രത്തില് പ്രധാനപ്പെട്ട 4 ഫീച്ചേഴ്സുകൾ നമുക്ക് ഇതിൽ കാണാം. ഏതൊക്കെയാണ് ആ ഫീച്ചേഴ്സുകൾ എന്ന് അറിഞ്ഞാൽ നമുക്ക് ഫൈലത്തിലേക്ക് എളുപ്പമെത്താം. ഏതൊക്കെയാണ്? ഒന്ന് എന്ന് പറയുന്നത് ഒരു നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടായിരിക്കണം അല്ലെ. പിന്നെയോ ഡോഴ്സൽ ഹോളോ നെർവ് കോഡ് ഉണ്ട്. പിന്നെ ഇവിടെയോ പെയർ ആയിട്ടുള്ള ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സുകൾ ഉണ്ട്. ഇവിടെ ഒരു പോസ്റ്റ് ഏഡ് ടെയിൽ ഭാഗവും കാണാം.
അപ്പൊ 4 കാര്യങ്ങളാണ് ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ അതിൽ ഒരെണ്ണം മാത്രമേ ലേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത്തരം 4 ഫീച്ചേഴ്സുകളുള്ള ഒരു ഫൈലം നമ്മൾ പഠിച്ചിരുന്നു. ഫൈലം ഫോർ ഡേറ്റ. ഐഡന്റിഫൈ ദ ഫൈലം എന്ന് വെച്ചാൽ ഫൈലം ഫോർ ഡേറ്റ. ഇനി ലേബൽ എ അല്ലെ, ലേബൽ എ ഇൻ ദ ഡയഗ്രാം. അപ്പൊ എന്താണ് എ എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് അതിന്റെ നോട്ടോ കോഡാണ്. ഇതിന്റെ മുകളിലായിട്ടല്ലേ നമുക്ക് ഇവിടെ കാണുന്നത് ഡോർസൽ ഹോളോ നെർവ് കോഡാണ്. എ എന്ന് പറയുന്നത് നോട്ടോ കോഡ്. ഇനി മെൻഷൻ ദ 4 സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഫൈലം. ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് നമുക്ക് എഴുതാം. പ്രസൻസ് ഓഫ് നോട്ടോ കോഡ്, പ്രസൻസ് ഓഫ് നോട്ടോ കോഡ്, പ്രസൻസ് ഓഫ് നെർവ് കോഡ്, പിന്നെയോ പ്രസൻസ് ഓഫ് പെയേർഡ് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. പെയേർഡ് ഫാരിഞ്ചിയൽ അല്ലെ ഗിൽ സ്ലിറ്റ്സ്. then post anal tail, post anal tail present. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് എഴുതുന്നത്.